അപ്പോൾ ചേകന്നൂർ മൗലവിയെ നമുക്കൊരു യോഗത്തിന് പോകണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കിയതുപോലെ, അദ്ദേഹത്തിൻ്റെ ഒരു തെളിവ് പോലും ശേഷിക്കാതെ ഇല്ലാതാക്കിയതുപോലെ ഇറാനെ ചർച്ചയ്ക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണെന്നും പറഞ്ഞിട്ട് ഇസ്രായേലും അമേരിക്കയും കൂടി ആയത്തുള്ള ഖമനയെ അങ്ങ് തീർത്തു. അതിനുശേഷം ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ച നടക്കുന്ന എവിടാ? ആരുമായിട്ടാണ്? ഇത് വ്യക്തമായ സ്പീക്കർ ഇറാനിൽ തന്നെ ഉണ്ട്, പെസസ്കിയാൻ അവിടെ തന്നെയുണ്ട്, വിദേശകാര്യമന്ത്രി അറാക്ചി അവിടെ തന്നെയുണ്ട്. പിന്നെ ആരുമായിട്ട് അവർ ചർച്ച നടത്തുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ഇറാനിലെ ചാരന്മാരുമായിട്ടായിരിക്കും ചർച്ച നടത്തുന്നത്. പക്ഷേ ഇവരെല്ലാം പാർലമെൻറ്റ് സ്പീക്കറാണെന്ന് അവസാനം പറഞ്ഞ് ഇദ്ദേഹം ഇന്നും നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ഗൂഢാലോചനകളായി, ഇറാനെ എങ്ങനെ തീർക്കാമെന്നുള്ള ഗൂഢാലോചനകളായിരിക്കും നടത്തുന്നത്. അതിന് പാകിസ്ഥാൻ്റെ സഹായം തേടുകയായിരിക്കും. അതിന് നമുക്ക് തെളിവായിട്ടിപ്പോൾ നടക്കുന്ന ഒരു കാര്യം, ജർമ്മനിയിലെ 2 വിമാനത്താവളങ്ങൾ, സൈനിക വിമാനത്താവളം സ്പാങ് ഡലം, അതുപോലെ തന്നെ റാംസ്റ്റെയിൻ, ഈ 2 സ്ഥലങ്ങളുടെ, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ മെൻഡൽ ഹാൾ എന്ന് പറയുന്ന സൈനിക വിമാനത്താവളം, ഇവിടെ നിന്ന് C-7 ഗ്ലോബ്സ്റ്റർ വിമാനങ്ങൾ നിരന്തരം പറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, C-17 എന്ന് പറയുന്നതിൽ ഏതാണ്ട് 70-80 ടൺ സാധനങ്ങൾ കൊള്ളും. എയർഫോഴ്സിൻ്റെയാണ് സൈനികവും അതുപോലെ തന്നെ ആളും അർത്ഥവും എല്ലാം ചേർത്ത് 70-80 ടൺ കൊള്ളും. അതുമായിട്ട് പറക്കുകയാണ് ടു ആൻഡ് ഫ്രോ. കല്യാണത്തിനൊക്കെ ട്രിപ്പ് അടിക്കുമായിരുന്നല്ലോ പണ്ട്. അതുപോലെ ഇസ്രായേലിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും, ഇവിടെ പിന്നെയും കൊണ്ടുപോകും. വലിയ യുദ്ധ സന്നാഹങ്ങൾ നടക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാനല്ല, ഇസ്രായേലിലിരുന്നു കൊണ്ട് ഇറാനെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് ആൾക്കാരെയും കൊണ്ടുവന്നുകൊണ്ട് ഈ ആൾക്കാരെ ഇങ്ങോട്ടും ഇറക്കിക്കൊണ്ട് അവിടെ ഇറാനെ അങ്ങ് തീർത്തേക്കാൻ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു, വൻ പരാജയമായി പോയി. ആ നാണക്കേട് തീർക്കാൻ വേണ്ടി 2ാം വട്ടം വീണ്ടും ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ചർച്ച എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും. പാകിസ്ഥാൻ്റെയും കൂടെ സഹായം വേണമെന്ന് ഇപ്പോൾ പറഞ്ഞു വേണം. ആ ചർച്ചയായിരിക്കും ഇപ്പോൾ നടക്കുന്നത്. അല്ല, ഇറാനിലെ ഒരൊറ്റ ആൾ ഇത് അംഗീകരിക്കുന്നുമില്ല. ഇറാൻ അവരുടെ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇതൊരു ആഗോള നാശത്തിന് വേണ്ടി നടക്കുന്ന ആരുടെ അമേരിക്കയിലെ സയോണിസ്റ്റ് അതുപോലെ തന്നെ ഇവാഞ്ചലിക്കൽ ലോബി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. പ്രേംലാലെ വിശദാംശങ്ങൾ പറഞ്ഞോളൂ. ഇത് ട്രംപിനെ സംബന്ധിച്ച് നിക്കക്കള്ളിയില്ലാതെ 5 ദിവസത്തെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു, ഏകപക്ഷീയമായിട്ട്. ഇറാൻ ആവശ്യപ്പെട്ടിട്ടല്ല, ഞങ്ങൾക്ക് മതിയായി, തൽക്കാലം മടുത്തു, യുദ്ധം ചെയ്ത് മടുത്തു. ഒരു 5 ദിവസത്തെ ഇടവേള, അതിനുള്ളിൽ ഈ ഹോർമൂസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പം നമ്മൾ ഈ 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കരുതുന്നത് ഈ യുദ്ധത്തിനൊരു അർത്ഥവിരാമമെങ്കിലും ഉണ്ടാവും, വലിയ താമസമില്ലാണ്ട് ഒരു ചർച്ചയിലൂടെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ അതിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ട് മറുപുറത്തിരുന്നുകൊണ്ട് ട്രംപ് ഇറാനെതിരെ വീണ്ടും ആയുധങ്ങൾ സമാഹരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പടക്കോപ്പുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കരയുദ്ധത്തിനുള്ള ഒരുക്കമാണോ എന്ന തരത്തിൽ ഉള്ള ചില സൂചനകളാണ് വരുന്നത്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ നിരവധി അമേരിക്കൻ സൈനിക വിമാനങ്ങൾ, അത് ചരക്ക് വിമാനങ്ങളാണ്, സൈന്യത്തെ കൊണ്ടുപോകാം, സാധനങ്ങളെയും കൊണ്ടുപോകാം. അതിൻ്റെ ഉള്ളിലുള്ള എന്താണെന്ന് അറിയില്ല. ഏതായാലും റോയിറ്റേഴ്സ്, അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് നൽകുന്ന വിവരം അനുസരിച്ച് സൈനിക നടപടി, കരയുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ്. നിലവിൽ ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 50,000-ഓളം അമേരിക്കൻ സൈനികരെ പല ഇടങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഏതാണ്ട് 4,000-ഓളം പേരെ അധികമായിട്ട്, ഈ വരുന്നവര് മറൈനുകളാണ്, മറൈനുകളും കമാൻഡോസ്. ഈ മറൈനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇറങ്ങി അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആൾക്കാർ. അതൊന്ന് വിശദീകരിക്കും പ്രേക്ഷകർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ, ഈ മെറീനുകളാണ് അബാട്ടാബാദിൽ പോയി പാകിസ്ഥാനിൽ പോയിട്ട് നമ്മുടെ കൊടും ഭീകരനായിട്ടുള്ള ഉസാമ ബിൻ ലാദനെയും കുടുംബത്തെയും തീർത്തത്. അതാണ് മെറീനുകളുടെ ശക്തി. അതും കൂടെ മനസ്സിലാക്കും. അല്ല, അത് കുറച്ചുകൂടി സമീപകാലത്ത് നടന്ന വെനസ്വേലൻ പ്രസിഡന്റിനെ തൂക്കിയെടുത്തിട്ട് വന്നത് മെറീനുകളാണ്, കപ്പലിൽ വന്ന. അപ്പോൾ ഇത്തരത്തിൽ സവിശേഷ പരിശീലനം സിദ്ധിച്ച ആൾക്കാർ, എന്ത് പ്രതികൂല സാഹചര്യത്തിലും പോരാടാൻ ശേഷിയുള്ളവർ, അത്തരത്തിലുള്ള ഒരു 14,000-ഓളം പേരെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അവരുള്ളത് നോർത്ത് കരോലിനയിലെ 82ാമത് എയർബോൺ ഡിവിഷൻ, അവിടെയാണ് ഇവരുള്ളത്. അവർക്ക് നിങ്ങൾ തയ്യാറായി നിന്നോളൂ എന്നുള്ള ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒരു ഫൈനൽ കമാൻഡ് കിട്ടിയാൽ 18 മണിക്കൂറിനുള്ളിൽ ഇവർ ഇറാനിലെ ഖാർഗ് എന്ന് പറയുന്ന, ഇപ്പോൾ അമേരിക്ക അവിടെ സർവ്വതും ബോംബിട്ട് നശിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ദ്വീപാണ്, അങ്ങോട്ടേക്ക് ഇവരെ ഇറക്കാനായിട്ടുള്ള പരിപാടി
കരയുദ്ധം അങ്ങനെ തുടങ്ങുക, അവിടെ ഇറക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാൻ സേന അതിനെ പ്രതിരോധിക്കും. അപ്പൊ ഇവർ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ കരയുദ്ധം ആരംഭിക്കും. ആ ദ്വീപ് പൂർണ്ണമായിട്ടും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ വന്നാൽ അത് ഒരു ലാൻഡിംഗ് പോയിന്റ് ആയിട്ട് നിന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് നേർക്ക് നേർ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാനാകും. പക്ഷെ ഇതത്ര എളുപ്പമല്ല. അമേരിക്കയെ സംബന്ധിച്ച് കരയുദ്ധത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ഏറ്റവും ലളിതമായ ഉദാഹരണം അഫ്ഗാനിസ്ഥാൻ. അവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രശ്നം, അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആയുധധാരികൾ അവരുടെ പ്രാദേശികമായിട്ടുള്ള അവരുടെ അറിവും സാമർഥ്യവും വെച്ച് അമേരിക്കൻ സേനയെ തുരത്തി ഓടിച്ച ചരിത്രമുണ്ട്. സമാനമാണ് ഇറാനിലെയും ഉണ്ടാകാൻ പോകുന്നത്. ഇത്തരത്തിൽ മുന്നറിയിപ്പ് നേരത്തെ തന്നെ അമേരിക്കയുടെ സൈനിക വിദഗ്ധരായിട്ടുള്ളവർ ട്രംപിന് കൊടുത്തതാണ്. എന്നിട്ടും അത് അവഗണിച്ചുകൊണ്ട് ഈ മറൈനുകളെ അടക്കം അങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇതേ അവസരത്തിൽ തന്നെ കുറച്ചുകൂടി വൈരുദ്ധ്യമായിട്ട് തോന്നും, ട്രംപ് അവിടെ ചർച്ചകൾ നടത്തി എന്നുള്ള അവകാശവാദമായിട്ട് വരുന്നുണ്ട് ഇറാനുമായിട്ട്. ആരുമായിട്ട് ചർച്ച നടത്തി എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. ഇതാണ് ആ രേഖ. ഈ രീതിയിലാണ് പറയുന്നത്. കാരണം ഒരു സാധ്യതയുണ്ട്, ഈ ഇറാൻ ഭരണകൂടം അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു, അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ അധികാരത്തിൽ വന്നു. പക്ഷെ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റ് റഷ്യയിൽ ചികിത്സയിലാണ്. എന്നിരുന്നാലും ഫൈനൽ വേർഡ് അദ്ദേഹം തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അദ്ദേഹം റഷ്യയിലാണ്, അദ്ദേഹമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്ന് തന്നെയാണ് സാധ്യത. അപ്പൊ ഇവരാരുമായിട്ടാണ് ഈ ചർച്ചകൾ നടത്തിയത്? ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇവർ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ചകൾ നടത്തും. അതിനു വേണ്ടിയിട്ട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് പോകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവർ ഈ ചർച്ച നടത്തി തൊട്ടു പിന്നാലെ ഇറാന്റെ IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവരൊരു പ്രസ്താവന ഇറക്കുന്നു. ഞങ്ങളുടെ പരമോന്നത നേതാവിന്റെ ആജ്ഞ എന്താണോ അത് പൂർണ്ണമായിട്ടും അനുസരിക്കും. അപ്പോൾ ഇവരെ മറ്റാരോ കമാൻഡ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അമേരിക്ക മറ്റാരൊക്കെയോ ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ സമാധാനവും യുദ്ധവും ഏത് വഴിക്കാകും എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ അതിന്റെ പുരോഗതി പറയാനൊക്കില്ല എന്ന അവസ്ഥയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സാധ്യത ഞാൻ അവിടെ കാണുന്ന, ഒരു പക്ഷേ ഇറാനിലെ ഷേയുടെ മാനുണ്ട് റീസ പഹ്ലവി, അദ്ദേഹവുമായിട്ടാണോ ചർച്ച നടത്തിയെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അയാളെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ അമേരിക്കയെ സംബന്ധിച്ച് ഈ കരയുദ്ധത്തിലേക്ക് പോകുന്ന അവരെ സംബന്ധിച്ച് ഒരു ആത്മഹത്യാപരമായിട്ടുള്ള നീക്കമായിരിക്കും. കാര്യം ട്രംപിന് ഇപ്പൊ നാട്ടില് വലിയ അവമതിപ്പ് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഇപ്പോ ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധം വേണോ വേണ്ടോ ഇക്കാര്യത്തിൽ ഒരു മാധ്യമ സർവേ അമേരിക്കയിൽ നടന്നു. അത് ആദ്യത്തെ ദിവസം 37% പേര് ഈ പറയുന്ന യുദ്ധം വേണം എന്നുള്ളൊരു നിലപാടെടുത്തിരുന്നു. അതിപ്പോ 35% കുറഞ്ഞു. 2% പേര് കൂടി കുറഞ്ഞു. ഈ യുദ്ധത്തിലെ അനുകൂലിക്കുന്നവരുടെ ശതമാനം 2% കുറഞ്ഞു. പൂർണ്ണമായിട്ട് ഇത് വേണ്ട എന്ന് വാദിക്കുന്നവരുടെ എണ്ണം 59% നിന്ന് 61% ഉയരുകയും ചെയ്തു. ഇത് കൂടാതെ ഇപ്പൊ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഇറാനിൽ ഏതാണ്ട് 1500ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗികമായിട്ട് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ഇസ്രയേലിൽ 16 പേർ കൊല്ലപ്പെട്ടു, 12 പേരുടെ കണക്ക് വരുന്നു. അമേരിക്കൻ സൈനികർ 13 പേർ കൊല്ലപ്പെട്ടു. നമുക്കറിയാമല്ലോ, നമ്മുടെ ഹമാസും ഇസ്രയേലുമായിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾ നടന്നതിന്റെ ഇടയിൽ ഒരു അമേരിക്കൻ പൗരൻ ഈ ഹമാസിന്റെ കസ്റ്റഡിയിലായിരുന്നു. അത് വിട്ട് കിട്ടുന്നത് വരെ ട്രംപ് അടങ്ങിയിരുന്നു. ആ അമേരിക്കൻ പൗരൻ സ്വതന്ത്രനായതിനു ശേഷമാണ് ഇസ്രയേല് ഹമാസിനെ മുച്ചൂടം മുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗസയില് സർവനാശം തുടങ്ങിയത്. കാര്യം അമേരിക്ക അവരുടെ പൗരന്റെ ജീവൻ അത്രയ്ക്ക് വില കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം 13 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇനി കരയുദ്ധം തുടങ്ങിയാൽ ഈ 13 എന്നുള്ളത് ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് വർദ്ധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന അമേരിക്കയിൽ ഇപ്പോൾ ട്രംപിനുണ്ടായിരിക്കുന്ന ആ ഒരു അവമതിപ്പ് വല്ലാത്ത ഗുരുതര പ്രതിസന്ധിയിലേക്ക് വരും. ചുരുക്കി പറഞ്ഞ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും ട്രംപ് ഇമാതിരി ഒരു മണ്ടത്തരം എടുത്താൽ ഉണ്ടാകാൻ പോകുന്നു. ഇറാനിൽ റിഷീം ചേഞ്ച് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല, അതായത് ഭരണമാറ്റം വരുമോ എന്ന് അറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു കരയുദ്ധത്തിന് പോയാൽ അവിടെ അമേരിക്ക ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നവംബറിൽ. അന്ന് ഭരണമാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി അധികാരത്തിൽ വരുമ്പോൾ ട്രംപ് അല്ല എന്നുള്ള ഉറപ്പാണ് ഈ കരയുദ്ധത്തിന് പോയാൽ. എന്താണെന്നറിയാം, അമേരിക്കക്കാർക്ക് മരിക്കാൻ മനസ്സില്ല, അവർക്ക് ജീവിക്കണം. മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം ഇറാൻകാർക്ക് ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കാണെന്നുള്ള ആ ഒരു വിശ്വാസം വളരെയുള്ള ഒരു ജനക്കൂട്ടമാണ്. മതവിശ്വാസം തീവ്രമായിട്ടുള്ള ഒരു വിഭാഗമാണ്.
അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇറാൻകാർ അവസാനത്തെ ആൾ വരെ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അമേരിക്കയിലെ ജനങ്ങൾ അങ്ങനെയല്ല എന്നുള്ള ഒരു വ്യത്യസ്തതയുണ്ട്. അത് തീർച്ചയായിട്ടും ട്രംപിനെ ബാധിക്കുന്ന ഒരു ഫാക്ടർ തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.